വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇതിപ്പോൾ ആര് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ സത്യഭാമയാണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം പപ്പിമോളുടെ പൂജയുടെ കാര്യമല്ലേ, അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം എന്ന് തോന്നി, പങ്കെടുക്കുന്ന നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞേച്ചി വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയുടെ നേർക്ക് അങ്ങോട്ട് സത്യഭാമ തിരിയുകയാണ്. എന്തിനാണെന്നും പറഞ്ഞോട്ട് വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ മേലത്തോട്ട് കയറണ്ട, ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ടാലും വന്നാലും ഇല്ലെങ്കിൽ ഇതിപ്പോൾ അമ്പലമാണ്, ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം, ആർക്കും തടയാനൊന്നും പറ്റില്ല എന്നിങ്ങനെ വിഷ്ണു ഭാമയെ നോക്കി ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം നിന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെ അവിടെ അടക്കി നിർത്താനുള്ള ശ്രമം മാത്രമാണ്. വിഷ്ണു പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് സത്യഭാമയ്ക്ക് അറിയാം, പക്ഷേ ജയിക്കാൻ വേണ്ടി വെറുതെ അങ്ങ് ഭാമ എന്ന് ഓരോന്ന് പറയുകയാണ്. തുടർന്ന് അതിൻ്റെ മേലിൽ ഇനി തർക്കമൊന്നും വേണ്ടാന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പപ്പിയും സത്യയും കൂടി ഓടി വരികയാണ്. പപ്പി പറയുന്നുണ്ട്, ഹോമം നടക്കുന്ന അവിടത്തേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന്, പ്രദക്ഷിണം കഴിഞ്ഞെങ്കിൽ. തുടർന്ന് വാ മോളെ എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ കുഞ്ഞിനെ പപ്പിയെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നാലെ രോഹിത് ഇങ്ങനെ ശാലിനി നോക്കി ചിരിച്ചിട്ട് പോവുകയാണ്. തുടർന്ന് ശ്യാമ ഇങ്ങനെ വന്നേക്കണേന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അന്നേരം കണ്ണടച്ച് ശാലിനി കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്താ താൻ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യാമ്മയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് തന്നെ കണ്ടപ്പോഴുള്ള നീരസമാണ്, തനിക്ക് അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, അതൊന്നും താൻ കാര്യമാക്കണ്ട, വന്നേന്ന് വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം ഞാൻ വന്നോളാം, വിഷ്ണുവേട്ടൻ നടന്നോ എന്ന് പറയുകയാണ്. അന്നേരം വാ എന്നിങ്ങനെ വിഷ്ണു വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം വന്നോളാം എന്ന് ശാലിനി ഒന്നുകൂടി പറയുമ്പോൾ വന്നേക്കണേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം വിഷ്ണു ഒന്ന് അങ്ങോട്ട് നടന്നു പോയ ഭാമ വിളിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് പോകുന്നുണ്ട്. ശാലിനി അവിടെ നിന്ന് വീണ്ടും ഉപദേവങ്ങളുടെ അവിടെ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ശാലിനി പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ എൻ്റെ മകൾ പത്മിനിയുടെ ക്ഷോമത്തിൽ പങ്കെടുക്കാനാണ് വന്നത്, അത് യാതൊരു തടസ്സവുമില്ലാതെ പൂർത്തിയാക്കാനായിട്ട് എന്നെ അനുവദിക്കണേ, അവളെ പ്രസവിച്ച അമ്മ എന്ന നിലയ്ക്ക് അത് പൂർത്തിയാക്കാനും അവളുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ അങ്ങ് കൂടെ ഉണ്ടാകണേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഹോമം നടക്കുന്ന അവിടത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം സുസ്മിതയാണെങ്കിൽ അവിടെ അമ്പലത്തിൽ എത്തുന്നുണ്ട്. സുസ്മിത ഇവരാരെയും കാണാതെ അങ്ങോട്ട് മാറി നിന്നിട്ട് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം സുസ്മിതയുടെ നമ്പറിൽ നിന്നല്ല വിളിക്കുന്നത്, വേറൊരു ഫോണിൽ നിന്ന് വേറൊരു നമ്പറിൽ നിന്ന് സ്പാം കോളായിട്ടാണ് സുസ്മിത വിളിക്കുന്നത്. അന്നേരം ബെല്ലടിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ഹലോ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒരു ഫ്രണ്ടായിട്ടോ കൂട്ടുകാരിയായിട്ടോ മിത്രമായിട്ടോ ശത്രുവായിട്ടോ ആരായിട്ട് വേണമെങ്കിലും കണക്കാക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും, എന്നെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വെറുതെ ഒന്ന് വിളിച്ച് അത്ര പറയാനായിട്ട് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലാതില്ല എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം എങ്കിൽ എന്താണ് കാര്യം എന്നിങ്ങനെ പറയൂ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, ഞാനൊരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ആരോടെങ്കിലുമൊക്കെ പറയണം, അതെൻ്റെ ഒരു ശീലമായി പോയി എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് കാര്യം എന്നിങ്ങനെ ശാലിനി വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, ഇപ്പോൾ സത്യഭാമയ്ക്ക് അറിയില്ലല്ലോ പപ്പി ഈ ശാലിനിയുടെ മകളാണ് എന്നുള്ളതും, നീ ഇവിടെ പൂജയ്ക്ക് അമ്മയായിട്ട് പൂജയ്ക്ക് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് സത്യഭാമയ്ക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ആകെ അങ്ങ് അന്തം വിടുന്നുണ്ട്. എന്നിട്ട് ആരാണ് നീ, എന്താണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരവും സുസ്മിത അങ്ങ് സംസാരിക്കുമ്പോൾ നീ ആരോടാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ, ഞാനിപ്പോൾ ഒരു കോൾ ചെയ്താലും നീ അകത്താണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. സ്പാം നമ്പറായിട്ട് വിളിക്കുമ്പോൾ നിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനായിട്ട് നിനക്ക് ഉദ്ദേശമില്ലെന്നറിയാം എന്നൊക്കെ പറഞ്ഞാണ് ശാലിനി ചോദിക്കുന്നത്. അന്നേരം എനിക്ക് അകത്ത് പോകുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ നിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ കാര്യം എല്ലാവരും അങ്ങോട്ട് അറിഞ്ഞാൽ ശാരദാമ്മയുടെ മൂന്നാമത്തെ മകൾ ശ്യാമയെ സത്യഭാമയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി, കുറ്റിച്ചൂല് കൊണ്ട് അടിച്ചിറക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കും അവിടെ. രോഹിത് ആണെങ്കിൽ ശ്യാമയെ അവിടെ നിന്നും അടിച്ചിറക്കുന്നതും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങൾ നീ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് ശാലിനി ഓർക്കുന്നത് രോഹിത് ഇങ്ങനെ ശ്യാമയെ അടിക്കുന്നത്. അപ്പോൾ നീ എന്നെ ഇത്രയും കാലം ചതിക്കുമായിരുന്നല്ലേ, പപ്പി നമ്മുടെ മോളല്ല എന്നുള്ളത് നീ എന്തിനെന്നോട് മറച്ചു വെച്ചു എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമയെ രോഹിത് അടിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ ശാലിനി മനസ്സിൽ ഓർക്കുന്നത് മാത്രമാണ്. അന്നേരം രോഹിത് എന്നും പറഞ്ഞ് വീണ്ടും ശ്യാമ പറയാൻ തുടങ്ങുമ്പോൾ ഒരടി കൂടി രോഹിത് കൊടുക്കുകയും അങ്ങനെയൊക്കെ നീ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ സംസാരിക്കുന്ന ആ ഒരു സീൻ, പക്ഷെ അത് ശാലിനി മനസ്സിൽ ഓർക്കുന്നത് മാത്രമാണ്. അന്നേരം അതൊക്കെ കൂടിയാകുമ്പോൾ ശാലിനിക്ക് ആകെപ്പാടെയങ്ങ് പേടിയാവുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി സുസ്മിത പറയുന്നുണ്ട്, ഇത് ഞാനിപ്പോൾ ആരോടും പറയാനൊന്നും പോകുന്നില്ല, പക്ഷേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും അങ്ങോട്ട് പോകും, ശാരദാമ്മയുടെ ജീവിതം
ശ്യാമയുടെ ജീവിതം, നിൻ്റെ ജീവിതം. രോഹിത്തിനാണെങ്കിൽ അകപ്പാടെ സ്വന്തം എന്ന് പറയാനുള്ളത് പപ്പി മാത്രമാണുള്ളത്. പപ്പിയും കൂടി തൻ്റേതല്ല എന്നറിയുമ്പോൾ അവൻ ആകെ ഭ്രാന്തായിട്ട് മാറും. ചിലപ്പോൾ ശ്യാമയെ കൊന്നെന്ന് വരെ ഇരിക്കും. ഇപ്പോൾ ഭ്രാന്തന്മാർക്ക് ഒരാളെ കൊന്നാലൊന്നും ശിക്ഷയൊന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നിനക്ക് എന്താണ് വേണ്ടതെന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അവസാനം നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം, പക്ഷെ ഞാനിപ്പോൾ ഇതങ്ങോട്ട് ആരോടും പറയാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് നിനക്ക് എന്താണ് വേണ്ടത്, പണമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കളക്ടറാണ് എന്നൊക്കെ എനിക്കറിയാം, ആവശ്യം പോലെ പൈസ കാണുമെന്നൊക്കെ അറിയാം, പക്ഷെ അത് നീ അല്പം ആ ഭണ്ഡാര പെട്ടിയിലോട്ട് അങ്ങ് ഇട്ടേരെ, അതിൻ്റെ കുറച്ച് പുണ്യം എനിക്കും കിട്ടട്ടെ എന്ന് പറയുകയാണ്. പിന്നെ നിനക്ക് എന്താണ് വേണ്ടതെന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ഇവിടെ പപ്പിമോളുടെ അമ്മയായിട്ട് പൂജയിൽ പങ്കെടുക്കാനല്ലേ വന്നത്, അതിൽ നീ പങ്കെടുക്കാനായിട്ട് പാടില്ല. ശ്യാമയാണെങ്കിൽ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൂജയൊക്കെ നടത്തിക്കോളും, പക്ഷെ ഞാൻ ഈ രഹസ്യം പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നീ ഈ പൂജയിൽ പങ്കെടുക്കരുത്. നിനക്ക് 5 മിനിറ്റ് സമയം ഞാൻ തരും, അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് പൊക്കിക്കൊള്ളണം എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത അങ്ങ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആദ്യം ടെൻഷൻ ആവുന്നെങ്കിലും പിന്നീട് ഒന്ന് ആലോചിക്കുകയാണ്, ഇതിപ്പോൾ സുസ്മിതയാണോ വിളിച്ചത്, ഇനിയിപ്പോൾ സ്പാം കോൾ ആയതുകൊണ്ട് അറിയാനും വയ്യല്ലോ, സുസ്മിതയെ ഒന്ന് വിളിച്ചു നോക്കാമെന്നിങ്ങനെ ശാലിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിത ആണെങ്കിൽ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നും മാറി തൻ്റെ കാറിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. തുടർന്നാണ് ശാലിനി സുസ്മിതയെ ഫോൺ ചെയ്യുമ്പോൾ കാറിനകത്ത് നിന്ന് സുസ്മിതയുടെ ബാഗിലെ പഴയ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം എടുക്കുമ്പോൾ ഞാൻ ശാലിനിയാണെന്ന് പറയുമ്പോൾ മനസ്സിലായി ശാലിനി പറഞ്ഞു എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ സുസ്മിത സംസാരിക്കുകയാണ്. അന്നേരം ഞാനാണോ എന്നറിയാനുള്ള കളക്ടർ ശാലിനിയുടെ കുതന്ത്ര ബുദ്ധിയല്ലേ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഫോൺ എടുക്കുന്നത്, സുസ്മിത ഫോൺ എടുക്കുന്നത്. അന്നേരം സുസ്മിത നീ എവിടെയാണ്, നിന്നെ കൊണ്ട് എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ഫോൺ മാറ്റിയിട്ട് ചിന്തിക്കുകയാണ്, അവളുടെ അമ്മയ്ക്ക് എന്തൊരു വായു ഗുളിക വാങ്ങിക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അയ്യോ ശാലിനി ഞാൻ അവിടെ ഇല്ലല്ലോ, അവിടെ നിന്നൊക്കെ കുറച്ച് ദൂരെയാണ്, പിന്നെ ഒരു പ്രോപ്പർട്ടിയുടെ കേസുമായിട്ടൊരു ഓട്ടത്തിലാണ്, ഞാൻ അവിടെ ഇല്ലായിരുന്നപ്പോൾ ജഗദീപ് ഒപ്പിച്ച പണിയാണ്, ഞാൻ വന്നിട്ട് സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി വിചാരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ വിളിച്ചത് സുസ്മിത അല്ല എന്നുള്ളത് ശാലിനി അവിടെ വിശ്വസിക്കുന്നുണ്ട്. തുടർന്ന് ഫോൺ വെച്ച ശേഷം സുസ്മിത പറയുകയാണ്, നീ IAS ആണെങ്കിലും ഞാൻ ICS ആണ്, ഇന്ത്യൻ ക്രിമിനൽ സർവീസ്, എന്നെ പുതുപ്പിക്കാനുള്ള പുതപ്പൊന്നും നിൻ്റെ കയ്യിൽ ഇതുവരെ ഇല്ല ശാലിനി എന്നൊക്കെ പറഞ്ഞ് സുസ്മിത വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇനിയിപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ചിലപ്പോൾ എടുക്കാനുള്ള ശ്രമത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാനായിട്ട് പിന്നെ സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും സുസ്മിതയാണെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം സുസ്മിത വീണ്ടും ആ ശാലിനിയെ വിളിച്ച അതേ നമ്പറിൽ നിന്നും സത്യഭാമയും ഫോണിൽ വിളിക്കുകയാണ്. അന്നേരം ആദ്യം സത്യഭാമ എടുക്കുന്നില്ല, പക്ഷേ പിന്നീട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ശാലിനിയോട് സംസാരിച്ചപ്പോഴും ആ സാരി തലപ്പുണ്ട് ഫോണിൽ മറച്ചു പിടിച്ച് ശബ്ദം മാറ്റിയാണ് സുസ്മിത സംസാരിക്കുന്നത്, സുസ്മിതയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ സത്യഭാമയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഹലോ എന്ന് വിളിക്കുകയാണ്, ഇത് സത്യഭാമയല്ലേ എന്നിങ്ങനെ സത്യാമ്മയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതെ എന്ന് പറയുന്നുണ്ട്. ആരാണ് സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, എൻ്റെ പേര് സുനിത എന്നാണ്, എനിക്ക് ശാലിനി കളക്ടർ മേഡത്തോടൊന്ന് സംസാരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം കളക്ടറോട് സംസാരിക്കണമെങ്കിൽ അവരുടെ ഫോണിൽ വിളിക്കണം, ഇത് സത്യഭാമയാണ്, ഇത് സത്യഭാമയുടെ ഫോണാണ് എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ മേഡം അങ്ങനെ പറയല്ലേ, ഞാൻ കുറച്ച് ദൂരെ നിന്നാണ്, 2 പേരുടെ ജീവിത പ്രശ്നമാണ്, ഞാൻ ചെന്നപ്പോൾ കളക്ടറെ കാണാനായിട്ട് പറ്റിയില്ല, നമ്പർ കിട്ടിയില്ല, അപ്പോൾ ഇത് കളക്ടർ മേഡത്തിൻ്റെ മദറിൻലായുടെ നമ്പറാണ് എന്ന് പറഞ്ഞാണ് തന്നത്, പറഞ്ഞാൽ എന്ത് കാര്യവും നടത്തി തരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ അവരുടെ ഫോണിലേക്ക് വിളിക്കുന്ന വീണ്ടും ഇങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഇത് 2 പേരുടെ ജീവിത പ്രശ്നമാണ്, കണ്ടില്ലെങ്കിൽ പിന്നെ മരിക്കേണ്ടി തന്നെ വരും, മാഡം പ്ലീസ് ഒന്ന് കൊടുക്കുമോ, ഞാൻ വളരെ ബുദ്ധിമുട്ടി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ സുസ്മിത ആവർത്തിച്ച് പറയുമ്പോൾ ഇത് വല്ല ശല്യമായല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ മാറ്റി പിടിച്ച് ഇഷ്ടമില്ലാതെ ശാലിനിയുടെ കയ്യിലേക്ക് സത്യഭാമ ഫോൺ കൊടുക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ശാലിനി ഇഷ്ടമല്ലാത്തത് കൊണ്ട്. തുടർന്ന് ചുറ്റും നോക്കുമ്പോൾ സത്യയെ കാണുന്നുണ്ട്. നേരെ സത്യ എന്നിങ്ങനെ വിളിക്കുകയാണ്. സത്യ തിരിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ വാടി എന്ന് വിളിക്കുകയാണ്. അതൊക്കെ ഒരു ദേഷ്യത്തോടെയാണ് ആ കുഞ്ഞിനെയൊക്കെ വിളിക്കുന്നത്. അന്നേരം വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. അന്നേരം ആ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞി ഫോണുമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സത്യഭാമയോട് വേറെ ആരും അവിടെ വന്നൊന്നും സംസാരിക്കുന്നുണ്ട്. സത്യ ഫോണും കൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മയ്ക്കൊരു ഫോണുണ്ട്, സത്യമ്മയുടെ ഫോണിലേക്കാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ഇതാരാ ഇപ്പോൾ സത്യമ്മയുടെ ഫോണിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഹലോ എന്നാക്കുന്നുണ്ട്. ആരാണ് ചോദിക്കുമ്പോൾ കളക്ടർ മേഡം അല്ലേ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ശാലിനി വിഷ്ണുവാണ്, ആരാൻ ചോദിക്കുകയാണ്. അന്നേരം നേരത്തെ വിളിച്ച ഫ്രണ്ട് തന്നെയാണ്, ഞാൻ വളരെ മാന്യമായിട്ടാണ് നിന്നോട് സംസാരിച്ചത്, നിന്നോട് അവിടെ നിന്ന് പോകാൻ ഞാൻ പറഞ്ഞത്, പക്ഷെ നീ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചത്. ഇനി ഞാൻ ഒരിക്കൽ
കൂടി വിളിക്കും. പക്ഷേ അപ്പോൾ എനിക്ക് സത്യഭാമയോട് കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും. എല്ലാവരുടെയും ജീവിതം അങ്ങോട്ട് നശിപ്പിക്കണോ? നിനക്ക് 2 മിനിറ്റ് സമയം കൂടി ഞാൻ തരും, നീ അവിടെ നിന്ന് പൊയ്ക്കൊള്ളണം എന്നിങ്ങനെ ഭീഷണിയുടെ സ്വരത്തിൽ ഈ സുസ്മിത സംസാരിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ആകെപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് സുസ്മിത അങ്ങ് ഫോൺ കട്ടാക്കുകയാണ്. തുടർന്ന് സത്യയുടെ കയ്യിൽ ഫോൺ അങ്ങ് തിരികെ സത്യഭാമയെ കൊണ്ട് കൊടുക്കാൻ പറയുമ്പോൾ സത്യ ഫോണും കൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിക്കാണെങ്കിൽ ആകെ ദേഷ്യവും വാശിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സങ്കടമൊന്നുമില്ല. തുടർന്ന് ശാലിനി പിന്നെ വേറൊരാളെ വിളിച്ചിട്ട് സൈബർ സെല്ലിൽ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ലാസ്റ്റ് വന്ന കോളിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം, പറ്റുമെങ്കിൽ ഉടനെ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ എസ് മാഡം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെക്കുന്നുണ്ട്. അതിന് സുസ്മിത ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, പിന്നെ ലൊക്കേഷൻ കിട്ടട്ടെ, ഇവിടെ എവിടെയോ അടുത്തെവിടെയോ ഒളിച്ചിരിക്കുന്ന അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് ആ കള്ളിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ശാലിനി മനസ്സിൽ കരുതുകയാണ്. ഇതേ സമയം സത്യയാണെങ്കിൽ ഒരു ഉപദേവങ്ങളുടെ അടുത്ത് നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ എനിക്ക് എൻ്റെ അച്ഛനെ കാണിച്ചു തരണേ, എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ചുരുണ്ട മുടിയാണോ അച്ഛനുള്ളത്, എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല, സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു, അച്ഛനില്ലാത്തവളാണെന്നാണ് എന്നെ വിളിക്കുന്നത്, ശാരദാമ്മയോടും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് ഒന്നും പറയണില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാനെങ്കിലും എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛനെ എനിക്ക് കൊണ്ടുവരണേ, അച്ഛനെ കാണാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്നൊക്കെ പറഞ്ഞ് സത്യമാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് വിഷമിച്ച് അങ്ങ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത് കണ്ട് വിഷ്ണു അവിടെ നിന്ന് ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് സത്യ എന്താണ് പറയുന്നതെന്ന്. അന്നേരം പിന്നെ സത്യ ഇങ്ങനെ കണ്ണടച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഞാൻ കണ്ണടച്ച് നിൽക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിൽ ഭഗവാൻ ഒന്ന് കാണിച്ചു തരണേ, ഭഗവാൻ എല്ലാം അറിയാമല്ലോ, ഭഗവാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ രൂപം എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിലൊന്ന് കാണിച്ചു തരണേ എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ അങ്ങ് സങ്കടം വരുന്നുണ്ട്. അന്നേരം പറ്റില്ലല്ലേ, അപ്പോൾ ഭഗവാനും കഴിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് സത്യ അങ്ങ് കണ്ണ് തുറക്കുന്നുണ്ട്. പക്ഷെ കണ്ണ് തുറന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പിന്നെ സത്യ കാണുന്നത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത്. അതായത് വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായി പറയുന്നത്, പ്രാർത്ഥിക്കുകയാണോ, ഞാൻ മോളെ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് മോള് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യ പറയുകയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ രൂപം കാണിച്ചു തരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം കാണിച്ചു തന്നു എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഇല്ല, ചിലപ്പോൾ ഭഗവാനും കണ്ടിട്ടുണ്ടാവില്ല, ഇവിടെ എങ്ങും വന്നിട്ടുണ്ടാകില്ല, ഭയങ്കര ജോലി തിരക്കുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടി അച്ഛനെ കാണാനുള്ള ആ ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലുള്ളത് വിഷ്ണുവിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ മുട്ടുകുത്തി സത്യയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും കാണിച്ചു തരും, മോളുടെ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വിഷ്ണു ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാൻ കേട്ടോ, ചിലപ്പോൾ ഈ പൂജയും ഇവിടെ മാത്രമല്ല നമുക്ക് ആ ഹോമം നടക്കുന്ന അവിടെയും പ്രാർത്ഥിക്കാം, അപ്പോൾ പൂജയും ഹോമം ഒക്കെ കഴിയുമ്പോൾ മോളുടെ അച്ഛൻ ഉറപ്പായിട്ടും വരുമെന്ന് പറയുകയാണ്. അന്നേരം വരുമോ സത്യം എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും വരും, മോളുടെ ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കാനായിട്ട് ഭഗവാന് കഴിയില്ലല്ലോ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് ആകപ്പാടെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അന്നേരം ആ കുട്ടിയുടെ അവസ്ഥയിൽ വിഷ്ണുവിന് ആകപ്പാടെ വിഷമാണ് തോന്നുന്നത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നെ ഫോൺ വിളിച്ചവൾ എവിടെയോ കാണും, ഒരു കളക്ടർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും, ഇപ്പോൾ ഞാൻ അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നീട് അവളെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല, ചിലപ്പോൾ ഞാനിവിടെ വന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ മറഞ്ഞു നിന്ന് അവൾ വീക്ഷിക്കുന്നുണ്ടാവും, എന്തായാലും അവളെ കണ്ടെത്തിയേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്യാമ വരുന്നുണ്ട്. ശ്യാമ ഇങ്ങനെ ആരും കാണാതെ ഓടിക്കൊണ്ട് വരികയാണ്. അന്നേരം കുഞ്ഞിച്ചിന്ത ഇവിടെ നിൽക്കുന്നത്, ആരെയാണ് നോക്കുന്നത്, എന്താ മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അതൊന്നും പറയുന്നില്ല. ശാലിനി പറയുകയാണ്, സത്യമ്മ കാണാതെ ഇങ്ങോട്ടത്തേക്ക് മാറി നിന്നതാണ്, അവിടെ എന്തായി പൂജയുടെ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇനി കുറച്ച് കഴിയുമ്പോൾ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കും, ലൊക്കേഷൻ അനുസരിച്ച് പക്ഷേ ശാലിനിക്ക് അത് സുസ്മിതയാണെന്നുള്ളത് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ പൂജ ശാലിനി തന്നെ ഭംഗിയായിട്ട് നടത്തും, അത് സുസ്മിത കാണുകയും ചെയ്യും. സുസ്മിത പക്ഷേ അന്നേരം ഒന്നും സത്യഭാമയോട് പറയില്ല, പിന്നീടും പറയാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും നടക്കില്ല. പക്ഷേ അവസാനം എല്ലാവരും ഒക്കെ അറിയും. അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡുകളിലാണ്. ഓക്കെ, താങ്ക് യു.